തിരുവിതാംകൂർ മഹാരാജാവിനെയും ഭട്ടതിരിയെയും സംബന്ധിക്കുന്ന ഒരു ചെറിയ സംഭവം ഐതിഹ്യമാലയിൽ വിവരിച്ചു കാണുന്നുണ്ട്. അതിങ്ങനെയാണ്. ഭട്ടതിരി തിരുവനന്തപുരത്ത് ചെന്ന് താമസിക്കുന്ന കാലം. അപ്പോൾ മഹാരാജാവായിട്ടുള്ള സൗഹൃദവും ഉണ്ട്. അപ്പോൾ തിരുവിതാംകൂർ മഹാരാജാക്കന്മാർക്ക് നിത്യേന ശ്രീപത്മനാഭസ്വാമി ദർശനം പതിവുണ്ട്. രാവിലെ അവർ കൊട്ടാരത്തിൽ നിന്ന് ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളി അവിടെ ദർശനമൊക്കെ കഴിച്ച് പോവുക എന്നുള്ളൊരു പതിവുണ്ട്. ഒരു ദിവസം ഇതേമാതിരി മഹാരാജാവ് ഭട്ടതിരിയുടെ കൂടെ രണ്ടുപേരും പരിവാരങ്ങളും ഒക്കെ ആയിട്ട് അമ്പലത്തിലേക്ക് എഴുന്നള്ളി. അപ്പോൾ കിഴക്കേ ഗോപുരത്തിൽ കൂടിയാണ് മഹാരാജാക്കന്മാർ മതിൽക്കകത്തേക്ക് പ്രവേശനം. പെട്ടെന്ന് മഹാരാജാവിന് ഒരു കുറുമ്പ് തോന്നി. അദ്ദേഹം പറഞ്ഞു, ഭട്ടേരി, നാളെ നാം ഏതുവഴിയായിരിക്കും മതിൽക്കകത്തേക്ക് പ്രവേശിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഭട്ടേരിക്ക് കാര്യം മനസ്സിലായി. എന്നും കിഴക്കേ ഗോപുരത്തിൽ കൂടെ കയറുന്ന ആളിപ്പോൾ എന്തിനാ അങ്ങനെ ചോദിക്കണേ? ആട്ടെ, അതെനിക്കറിയാം, പക്ഷെ ഞാൻ ഇപ്പോൾ പറയുകയില്ല. നാളെ അവിടുന്ന് ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളുമ്പോൾ അങ്ങേക്ക് ബോധ്യമാവും അതെനിക്ക് അറിയാമായിരുന്നു എന്നുള്ള കാര്യം എന്ന് മാത്രം ഭട്ടതിരി പറഞ്ഞു. എങ്കിലങ്ങനെ എന്നിട്ട് മഹാരാജാവ് അകത്തേക്ക് പോയി ദർശനമെല്ലാം കഴിച്ച് കൊട്ടാരത്തിലേക്ക് മടങ്ങി. പിറ്റേ ദിവസം പതിവ് പോലെ മഹാരാജാവും പരിവാരങ്ങളും അമ്പലത്തിലേക്ക് എഴുന്നള്ളി. കൂടെ ഭട്ടേരിയുണ്ട്. അപ്പോൾ കിഴക്കേ ഗോപുരത്തിൻ്റെ അവിടെ എത്തിയപ്പോൾ മഹാരാജാവ് പെട്ടെന്ന് അങ്ങോട്ട് തെക്കോട്ട് അല്പം മാറി. അവിടെ മതിലാണ് മാറിയെന്നു. എന്നിട്ട് ഹരിക്കാരനോട് പറഞ്ഞു, ഹരിക്കാരൻ ADC, ഈ മതിലങ്ങോട്ട് വെട്ടിപ്പൊളിക്കുക എന്ന് പറഞ്ഞു. രാജകൽപ്പനയാണ്, ഒന്നും എതിർത്ത് ചോദിക്കാൻ നിവൃത്തിയില്ല. വേഗം വേലക്കാരെ വരുത്തിയിട്ട് മതിലങ്ങോട്ട് വെട്ടിപ്പൊളിക്കാൻ തുടങ്ങി. കുറച്ച് കല്ലുകൾ അടർന്നു വീണ് കഴിഞ്ഞപ്പോൾ ഒരു കല്ലിൻ്റെ ഇടയിൽ ഒരു ഓലയിരിക്കുന്നു. അതെന്താ അത്, നോക്കട്ടെ എന്ന് പറഞ്ഞു മഹാരാജാവ്. ഉടനെ ഹരിക്കാരൻ ആ ഓലയെടുത്ത് മഹാരാജാവിൻ്റെ കയ്യിലേക്ക് അങ്ങോട്ട് കൊടുത്തു. നോക്കിയപ്പോൾ ഭട്ടതിരിയുടെ കയ്യക്ഷരത്തിൽ എഴുതി വെച്ചേക്കുക, ഇതിലേ എഴുന്നള്ളും. മഹാരാജാവിന് അത്ഭുതവും സന്തോഷവും എന്താ പറയുക, ആകെ മുഖം അങ്ങോട്ട് വിടർന്നു. അപ്പോൾ ഭട്ടേരിയോട് പറഞ്ഞു, സമ്മതിച്ചു കേട്ടോ എന്ന് പറഞ്ഞു. വളരെ സന്തോഷമായി പറഞ്ഞു. എന്നിട്ട് അപ്പം തന്നെ കൊട്ടാരത്തിലേക്ക് ആളെ വിട്ട് 2 വീരശൃംഖല കൊണ്ടുവന്നിട്ട് അപ്പം തന്നെ ഭട്ടേരിയുടെ 2 കൈകൾക്കും അങ്ങോട്ട് അണിയിച്ചു കൊടുത്തു. എന്നിട്ട് ആ വെട്ടിപ്പൊളിച്ച മതിലിൻ്റെ ആ വിടവിൽ കൂടെ തന്നെ മതിൽക്കകത്തേക്ക് കയറി. എന്നിട്ട് പറഞ്ഞു, ഇനി ഇവിടം കെട്ടി അടയ്ക്കണ്ട, ഭട്ടതിരിയുടെ സ്മാരകമായിട്ട് ഇവിടെ ഒരു വാതിൽ വെച്ചേക്കൂ എന്നും പറഞ്ഞിട്ടാണ് തിരുമനസ് അങ്ങോട്ട് പോയത്. ആ നടയുടെ പേരാണ് ചെമ്പകത്തിൻ മൂട്ടിൽ നട. ഇന്നും തിരുവിതാംകൂർ മഹാരാജാക്കന്മാർ കാലത്ത് അമ്പലത്തിൽ തൊഴാൻ പോകുമ്പോൾ ഈ ചെമ്പകത്തിൻ മൂട്ടിൽ നട എന്ന് പറയുന്ന കവാടത്തിലൂടെയാണ് അമ്പലത്തിലേക്ക് പ്രവേശിക്കുക.